അതിനിടയിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണത്തിൽ വന്ന നിരാശ കാരണം ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ രാജിവെക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഈ ഓരോ ഗ്രാമങ്ങളിലും പോയി അവിടെ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വരികയാണ്, ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ്. എത്ര പേരെന്നറിയാമോ? 12-15 വർഷങ്ങളായിട്ട് പാർട്ടി പ്രവർത്തകരായിരുന്നു, കാർഡ് ഹോൾഡേഴ്സ് ആയിരുന്നവർ. ലോക്കൽ കമ്മിറ്റിക്കാർ, ജില്ലാ കമ്മിറ്റിക്കാർ, പിന്നെ കാർഡ് ഹോൾഡേഴ്സ്, വെറും കാൻഡിഡേറ്റ് മെമ്പർമാർ, ഇവരൊക്കെ കാർഡുമായിട്ട് വരികയായിരുന്നു. അങ്ങനെ ഒരു 100 കാർഡെങ്കിലും അവിടെ ജനസംഘ ഓഫീസിൽ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് പറയാവുന്നത് കൊയിലാണ്ടി ഈ ബാലുശ്ശേരിക്കടുത്ത് ഒരു ശേഖരൻകുട്ടി മാഷുണ്ടായിരുന്നു. അദ്ദേഹം നല്ല പ്രാസംഗികനാണ്. അവിടുത്തെ ആ പ്രദേശങ്ങളിലെല്ലാം നല്ല സ്വാധീനമുള്ള ആളായിരുന്നു, നല്ല എഴുത്തുകാരനുമാണ്. ആ ശേഖരൻകുട്ടി മാഷ് വന്നു നമ്മുടെ കൂടെ. ആ ബാലുശ്ശേരി ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ ഏറ്റവും നന്നായിട്ട് അറിയാം. ശേഖരൻകുട്ടി മാഷ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഈ സമ്മേളനം നടക്കുന്നത് മാത്രമല്ല, ആ പ്രദേശത്ത് മുഴുവൻ, കോഴിക്കോട് ജില്ല മുഴുവൻ ആകപ്പാടെ ഇളക്കി മറിഞ്ഞ ഒരു അവസരമായിരുന്നു അത്. പക്ഷേ ആ സമ്മേളനം കഴിഞ്ഞിട്ട് മറ്റൊരു സംഗതി ചെയ്തു. അതാണ് ഭാസ്കർറാവിൻ്റെയും ഹരിയേട്ടൻ്റെയും പരമേശ്വർജിയുടെ ഒക്കെ ഒരു ദൂരദൃഷ്ടി. ഈ സമ്മേളനത്തിന് പങ്കെടുക്കാനായിട്ട് അതിലെ ഈ ധാരാളം വിദ്യാർത്ഥികൾ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ വന്നിരുന്നു. ഒരു 1400 പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും മറ്റ് പ്രവർത്തകരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഊണ് അവിടെ നടത്തി. ആ ഊണ് കഴിഞ്ഞിട്ട് അവരുടെ ആ വിദ്യാർത്ഥികളുടെ മാത്രമായിട്ടുള്ള ഈ എഞ്ചിനീയറിംഗ് കോളേജിലും അതേപോലെ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ച വിദ്യാർത്ഥികളുടെ ഒരു ദിവസത്തെ ഒരു പരിപാടി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പുറകിൽ ആ പുഴയില്ലേ, ആ പുഴയുടെ മണൽത്തിട്ടയിൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുന്ന് എല്ലാവരെയും അങ്ങോട്ട് ബസ്സിന് കൊണ്ടുപോവുക. എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് അവിടുന്ന് വന്നാൽ മതി. അങ്ങനെ പോയ ആ പരിപാടിയിൽ സംഘത്തിൻ്റെ ട്രിപ്പ് ഇതുപോലെ സഹൽ പരിപാടി പോലെയുള്ള ഒരു പരിപാടിയായിരുന്നു. ധ്വജം ഉയർത്തിയുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഈ വരുന്ന ആളുകൾക്കൊക്കെ സംഘവുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തവരും ധാരാളമുണ്ട്. ആ പരിപാടി നടത്തി അവിടെ ഈ സംഘത്തെക്കുറിച്ചും ജനസംഘത്തെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു സാമാന്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം ഈ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തി. നല്ല പുഴയിൽ മണൽപ്പുറം, നല്ല മണൽപ്പുറമാണ് പുഴയിൽ. അവിടെ പരമേശ്വർജി, ഹരിയേട്ടൻ, ഭാസ്കർറാവു, രാംഭാവ് ഗോഡ്ബലെ, ഈ 4 പേരാണ് അവിടെ സംസാരിച്ചത് എൻ്റെ ഓർമ്മ. ആ 4 പേരും ഈ പൊതുപ്രവർത്തനത്തിൻ്റെ സംഘത്തിനെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സംഘത്തിനെ ഊന്നിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് അവരെ തിരിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലുള്ളവർ അവിടെ തന്നെ, ബാക്കിയുള്ളവർ കോഴിക്കോട്ട് കൊണ്ടുവിട്ടു. അങ്ങനെ ഒരു പരിപാടി അവിടെ നടത്തി. കേസരിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്താണത്. തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് പരമേശ്വർജി തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് ശേഷം ഏതാണ്ട് അടുത്ത വർഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. പരമേശ്വർജി 1951-ൽ 50-ൽ പഠിത്തം കഴിഞ്ഞ് പോന്നു. ഞാൻ 51-ൽ പഠിത്തത്തിനവിടെ എത്തി. 4-5 മാസത്തെ വ്യത്യാസമുണ്ട്. പരമേശ്വർജിയെ അവിടെയുള്ള സ്വയംസേവകരെ ഇളയത്തെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ പരമേശ്വർജിയുടെ എല്ലാവരുടെയും സംസാര വിഷയമായിരുന്നു പരമേശ്വർജി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരമേശ്വർജി എഴുതിയിട്ടുള്ള ചില ഗണഗീതങ്ങൾ ആരെങ്കിലും കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തുള്ള സ്വയംസേവകർക്ക് അയച്ചു കൊടുക്കും. അത് അവിടെ പാടും. അങ്ങനെ ആണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് പരമേശ്വർജിയാണോ വേറെ ആരെങ്കിലും ആണോ എഴുതിയതെന്ന് നമുക്ക് ആ പാട്ട് കേട്ടാൽ തന്നെ അറിയാം. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് പരമേശ്വർജിയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ ശാഖയിൽ വന്ന സമയത്ത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആരോ ഒരു ഷീറ്റ് കൊണ്ടുവന്നു. അത് കേസരി എന്നെഴുതി 4 പേജേ ഉള്ളൂ. അത് കൊണ്ടുവന്നപ്പോൾ അത് വായിച്ചു പറഞ്ഞു, ഇത് ഇളയതിൻ്റെ സാഹിത്യമാണല്ലോ എന്ന് പറഞ്ഞു അവർ. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് അച്ചടി ജോലികൾ ചെയ്യുന്ന ഒരു പ്രസ് ഉണ്ടായിരുന്നു അവിടെ. അലയൻസ് പ്രിൻറ്റിംഗ് പ്രസ്സാണ്. അവിടുത്തെ ഒരു തൊഴിലാളി ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാൾ ആയിരുന്നു. അയാൾ ഈ നമ്മുടെ പ്രാർത്ഥനയും പിന്നെ പ്രാതസ്മരണ, അന്ന് പ്രാതസ്മരണയാണ്, കരാഗ്രേ വസതലക്ഷ്മിയാണ്, അതും പിന്നെ ഏതോ ഒരു ഗണഗോതവും കൂടെ അച്ചടിച്ച ഒരു കടലാസ് കൊണ്ടുവന്നു അവിടെ. അയാൾ സ്വന്തം നിലയ്ക്ക് അച്ചടിച്ചതാണ്. അങ്ങനെ അച്ചടിച്ച് കൊണ്ടുവന്നിട്ട് അത് ശാഖയിൽ കൊണ്ടുവന്നു. അതെന്തോ അന്ന് ഒരെണ്ണയോ മറ്റോ ആണ് അതിന് വില വെച്ചത്. അത് കൊടുത്ത് എല്ലാവരും മേടിച്ച് കൊണ്ടുപോയി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേസരി തുടങ്ങിയ വിവരം അവിടെ അറിയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്വയം സേവകൻ അത് വരുത്തി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് 4 ഷീറ്റ്, ഒറ്റ ഷീറ്റേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ല 8 പേജ് വരും ഈ അര പായക്കടലാസിൻ്റെ. അത് കൊണ്ടുവന്നിട്ട് പറഞ്ഞത് ഇതിങ്ങനെ സംഘം നടത്തുന്ന വാരികയാണ്. അന്ന് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് എനിക്കിങ്ങനെ എന്തോ പാക്ഷികമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ, അത് ഓർമ്മയില്ല. അത് വരിക്കാരാവണം, കൂടുതൽ ആൾക്കാരെ ചേർക്കണം, അപ്പോൾ നമുക്കൊക്കെ അത് വായിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണത്തെ പറ്റിയിട്ടുള്ള വാർത്തയുണ്ട്, അതിൻ്റെ ചരിത്രം, അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ ഉള്ള ഒരു ഇതാണ്. വായിച്ചു നോക്കി. അതിൽ കവിതയുണ്ട് പരമേശ്വർജിയുടെ. ഈ ശ്രീധരൻ പറഞ്ഞു, ഇത് നമുക്ക് വരുത്താം, ആർക്കൊക്കെ ആവശ്യമുണ്ട്, മാസം 8 കൊടുക്കണം, 1/2 രൂപ. 1/2 രൂപ കൊടുക്കുന്നവർക്ക് ഇത് കിട്ടും, ഞാൻ വരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീധരനെ ഏൽപ്പിച്ചു എല്ലാം. ശ്രീധരൻ അത് വരുത്തി തന്നു. അങ്ങനെ ഒരു 10-20 അവിടുത്തെ തിരുവനന്തപുരത്തെ ശാഖയിൽ ആൾക്കാർ വാങ്ങിക്കൊണ്ട് വരുന്നു. അങ്ങനെയാണ് കേസരിയായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയത് പിന്നെ തിരുവനന്തപുരത്തെ പഠിപ്പ് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെയും ഇത് വരുത്താൻ തുടങ്ങി. പിന്നെ ഇവിടെ നമുക്ക് സംഘത്തിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെയൊക്കെ സമീപിച്ച് അവരെ കൊണ്ടും കേസരി വരുത്തിച്ചു. പിന്നെ കേസരി 8 പേജായി, 4 പേജായിരുന്നു, 8 പേജായി. പിന്നെ അത് 10 പേജായി. 10 പേജായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് 12 പേജായി. പിന്നെ അത് 16 പേജായി. അങ്ങനെ പോയി. പിന്നെ സംഘപ്രചാരകനായതിനു ശേഷം എനിക്ക് ഒരു കോംപ്ലിമെൻ്ററി കോപ്പി ആയിട്ട് അയക്കാറുണ്ടായിരുന്നു. മണത്തല സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പ്രചാരകമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ കാണിച്ചൊരു ന്യൂസ് റിപ്പോർട്ട് അയച്ചിരുന്നു. അത് അച്ചടിച്ച് വരികയും ചെയ്തു. അപ്പോൾ അതാണ് ആദ്യമായിട്ട് എഴുതിയത് ഓർഗനൈസർ ഈ കേസരിയിൽ. പിന്നെ അത് ഒരിക്കലും മുടങ്ങിയിട്ടില്ല. എല്ലാ കാലവും കേസരി വായിച്ചുകൊണ്ടിരുന്നു, കണ്ടുകൊണ്ടിരുന്നു. പിന്നെ പതിവായിട്ട് എഴുതാൻ തുടങ്ങിയത് അതും ഇതൊന്നും പറഞ്ഞ് എഴുതിയില്ലേ, അത് തലശ്ശേരിയിലുള്ള കാലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആ സമയത്ത് ഗോപാലകൃഷ്ണൻ നായർ എന്നൊരാളായിരുന്നു അവിടുത്തെ പത്രാധിപർ. അത് ഗോപാലകൃഷ്ണൻ നായർ പോയി കഴിഞ്ഞിട്ട് CP രാമചന്ദ്രൻ, CPR എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു, കുറച്ച് കാലം എഡിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധുശീലൻ സാർ വന്നു. പിന്നെ സാധുശീലനാണ് കുറേ കാലം ഉണ്ടായിരുന്നത്. വേണുവേട്ടന് ഇടയ്ക്ക് പല പ്രാവശ്യം അങ്ങനെ മാറി വന്നിട്ടുണ്ട്. വേണുവേട്ടന് ആ അസുഖം വന്നല്ലോ, TB വന്നു കഴിഞ്ഞിട്ട് TB മാറിയതിന് ശേഷം 1 വർഷത്തോളം വിശ്രമം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കേസരിയുടെ എഡിറ്ററായിട്ട് കോഴിക്കോട്ട് താമസിച്ചോ അതോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വേണുവേട്ടൻ്റെ പേര് തന്നെ അത് പറയാൻ കാരണം ആ സമയത്താണ് ഈ ബാലഗോകുലം തുടങ്ങിയത്. അപ്പോൾ ഈ വേണുഗോപാലായതുകൊണ്ടാണ് ബാലഗോകുലം ആക്കിയത് എന്നിങ്ങനെ തമാശക്ക് എല്ലാവരും പറയുമായിരുന്നു. ഏതായാലും വേണുവേട്ടൻ കുറേ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പരമേശ്വർജി അവിടെ പ്രചാരക്കായിരുന്ന കാലത്ത് അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും നോക്കിയിരുന്നത് പരമേശ്വർജിയാണ്. ശങ്കരശാസ്ത്രിയുടെ ഉപദേശവും, ശങ്കരശാസ്ത്രി പൈസ ഉണ്ടാക്കും, പരമേശ്വർജി അത് എഴുതും. അങ്ങനെ നടന്നിരുന്നു. ഏതായാലും ഞാൻ ഗുരുവായൂരുള്ള സമയത്താണ് കേസരി സ്വന്തമായിട്ട് വരുത്തി തുടങ്ങിയത്. അതിനു മുമ്പ് വീട്ടിൽ ഇവിടെയുള്ള സമയത്തും വരുത്താറുണ്ടായിരുന്നു. അങ്ങനെ വരുത്തുന്ന കാലത്ത് ഇവിടെയുള്ള ഒരു ദാമോദരൻ എന്ന് പറഞ്ഞ് ഒരു ശാഖയിൽ വരുന്ന ഒരാളുണ്ട്. അയാളെക്കൊണ്ട് MA സാർ ഇവിടെ കുറച്ചു കാലം പ്രചാരക്കായിരുന്നു. അയാളെക്കൊണ്ട് അയാൾ കവിതാവാസനയുണ്ട്, കവിത എഴുതിച്ചു. കേസരി നടത്തിയിട്ടുള്ള ഒരു കവിതാ മത്സരത്തിൽ, ബാലഗോകുലം നടത്തിയ കവിതാ മത്സരത്തിൽ അയാൾക്ക് 1ാം സമ്മാനം കിട്ടി. അതൊരു പുസ്തകമാണ് അയച്ചു കൊടുത്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. തൊഴിലുറ ഒരാൾക്ക് അങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ഒരു സ്വയംസേവന കേസരിയുടെ ഏജൻസി എടുത്തു. ഒരു 10-15 കേസരി ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നടന്നു. അങ്ങനെ അതിനിടയിൽ മറ്റൊരു സംഭവമുള്ളത്, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറഞ്ഞ ഒരു മാനുവലുണ്ട്, വലിയ പുസ്തകമാണ്, തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണത്. അതിൽ ഒരധ്യായത്തിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ കണക്കുണ്ടായിരുന്നു. അപ്പോൾ 1930 ഇത്ര ക്ഷേത്രങ്ങളും ഇത്ര പള്ളികളും ഇത്ര മസ്ജിദുകളും ഉണ്ട് എന്നെഴുതി 10 കൊല്ലം കഴിഞ്ഞ് കണക്കിട്ടു. അത് കഴിഞ്ഞ് 1931 കണക്കാണ് ലാസ്റ്റ് വരിക. അന്ന് 20,000 ഉണ്ടായിരുന്നത് 8,000 കുറഞ്ഞു അമ്പലങ്ങൾ. പള്ളികൾ അന്ന് 120-130 ഉണ്ടായിരുന്നുള്ളൂ. അത് 3,000-4,000 വർദ്ധിച്ചു. മസ്ജിദുകളുടെ എണ്ണവും വർദ്ധിച്ചു. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഈ മൺട്രോ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന സമയത്ത് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളുടെ പേരിലാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോയത്. ക്ഷേത്രസ്വത്ത് മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്ത്, ഗവൺമെൻറ് സ്വത്താക്കി. മുമ്പ് ഇവിടെ ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക, അങ്ങനെ 3 തരം സ്വത്തുകളാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. പണ്ടാരവക എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ, ദേവസ്വങ്ങളുടെ, ബ്രഹ്മസ്വം എന്ന് വെച്ചാൽ
ബ്രാഹ്മണരുടെ. അത് മാറിയിട്ട് മുഴുവനും ക്ഷേത്രങ്ങൾ മുഴുവനും ഗവൺമെൻറ് എടുത്ത് ക്ഷേത്രത്തിൻ്റെ ഭരണം ഗവൺമെൻറ് ഏറ്റെടുത്തു. അങ്ങനെ ദേവസ്വം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായി. അങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രങ്ങളുടെ എണ്ണം കുറഞ്ഞത് എന്നുള്ളൊരു റിപ്പോർട്ട് ഉണ്ട്. അതിൻ്റെ ഒരു സംഗ്രഹം എടുത്തിട്ട് ഞാൻ ഈ ഓർഗനൈസർ പത്രത്തിന് അയച്ചു കൊടുത്തു. ഓർഗനൈസർ പത്രം അന്ന് ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ കാണാറും കേൾക്കാറും ഉണ്ടെന്നേ ഉള്ളൂ. അത് അയച്ചു കൊടുത്തപ്പോൾ അവരത് പ്രസിദ്ധീകരിച്ചു. താങ്ക്സ് ടു മിഷണറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ആ വിവരങ്ങൾക്ക് പുറമെ അയാളുടെ മൽക്കാനിയുടെ ഒരു കമൻറ്റും ഉണ്ടായിരുന്നു അതിനിടയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നു. അത് വായിച്ചിട്ട് പരമേശ്വർജിയും മാധവജിയും ഭാസ്കരവും ഒക്കെ എനിക്ക് എഴുത്തയച്ചു. ഇതേപോലെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് കേസരിക്കും അയക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നീട് ഇങ്ങനത്തെ വിവരങ്ങളൊന്നും ഇടയ്ക്ക് കിട്ടാനില്ലല്ലോ. ഇടയ്ക്കൊക്കെ എഴുതാറുണ്ടായിരുന്നു. പിന്നെ ഗുരുവായൂരിലെ ആ മണത്തല സംഭവം നടക്കുന്ന സമയത്തും അവിടുത്തെ വിവരങ്ങൾ എഴുതി. അങ്ങനെ കുറേശ്ശെ എഴുതി തുടങ്ങുകയാണ് ചെയ്തത്. തലശ്ശേരി ചെന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കിതുവരെ പരിചയമില്ലാത്ത ഒരു സ്ഥലം, അവിടെ പുതിയ തരത്തിലുള്ള ആളുകൾ, പുതിയ ചരിത്രം, ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഇങ്ങനെ അതാണ് ഈ അതും ഇതും എന്നുള്ള രീതിയിൽ എഴുതിക്കൊണ്ടിരുന്നത്. അതിനെ അനുമോദിച്ചുകൊണ്ട് പല ആൾക്കാരും എഴുത്തയക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാനാണ് ഇത് എഴുതുന്നതെന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു ആദ്യകാലങ്ങളിൽ. രാഘവേട്ടനായിട്ട് എഴുതുന്നതും ഗുരുവായൂരിൽ വെച്ചാണ് തുടങ്ങിയത്. ഞാൻ ഗുരുവായൂരിലെ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഈ രാഘവേട്ടൻ കയറി വന്നു. അത് പരമേശ്വർജി ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്. അവിടെ വെച്ച് പരിചയപ്പെട്ട സമയത്ത് ഇങ്ങനെയൊക്കെ ഇപ്പോൾ രാഘവേട്ടൻ കുറച്ചു കാലം അവിടെ പ്രചാരകനായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ പഴയ പല ആൾക്കാരെ അറിയാം. അപ്പോൾ കേസരിക്ക് വരിക്കാരെ ചേർക്കാനായിട്ടാണ് രാഘവേട്ടൻ അവിടെ വന്നത്. അങ്ങനെ രാഘവേട്ടൻ്റെ കൂടെ പല വീടുകളിലും പോയി പല ആൾക്കാരെയും കണ്ട് പരിചയപ്പെട്ട് അങ്ങനെയാണ് കേസരി രാഘവേട്ടനുമായിട്ടുള്ള പരിചയം വന്നത്. പിന്നെ ഇടയ്ക്ക് കോഴിക്കോട്ടുള്ള തലശ്ശേരിയുള്ള സമയം, തലശ്ശേരിയാണല്ലോ രാഘവേട്ടൻ്റെ വീട്. ഇടയ്ക്കിടയ്ക്ക് രാഘവേട്ടനോട് വരും. തലശ്ശേരിയിൽ വരുന്ന സമയത്ത് കാണാറുണ്ട്. പക്ഷേ രാഘവേട്ടൻ്റെ വീട്ടിലേക്ക് ആരെയും കൊണ്ടുപോകില്ല. അങ്ങനെയായിരുന്നു. വീട്ടിലേക്കൊന്നും വരണ്ടെന്ന് പറയും. അങ്ങനെ ഞാനിങ്ങനെ കേസരിയിലേക്ക് എഴുതി തുടങ്ങിയപ്പോൾ രാഘവേട്ടൻ പറഞ്ഞു എനിക്ക് കൂടുതൽ എഴുതണം എന്ന് പറഞ്ഞിട്ട്. രാഘവേട്ടൻ പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. അത് അങ്ങനെ കുറുക്കി കൊള്ളുന്ന വർത്തമാനം മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. രാഘവേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങളിവിടെ താമസം തുടങ്ങുന്ന സമയത്ത് ഇവിടെ വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ്. രാഘവേട്ടൻ വന്നിട്ട് രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു അന്ന്, രാഘവേട്ടൻ്റെ സഹായിയായിട്ട്, പയ്യന്നൂർക്കാരൻ. രാമകൃഷ്ണൻ കൂടെയാണ് വന്നത്.